ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലൊരു പാലപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റും അതുപോലെ നല്ല തൂവുള്ള നിറത്തിൽ പാലപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ഞാൻ 250 ml കപ്പിൽ 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ പച്ചരി വേണ്ടത് അതനുസരിച്ച് പച്ചരി എടുക്കുക. അപ്പോൾ 3 കപ്പ് പച്ചരിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം നമ്മൾ കഴുകിയെടുക്കണം. നമ്മളിനി വേറെ കഴുകുന്നൊന്നുമില്ല, അതുകൊണ്ട് ആദ്യം നല്ല വെള്ളത്തിൽ തന്നെ കഴുകി ഇത് നമ്മൾ കുതിരാൻ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിത് കഴുകിയെടുക്കുന്നൊന്നുമില്ല, നല്ല വെള്ളത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മൾ വീണ്ടും ഇത് കഴുകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ നമ്മളിത് കഴുകിയെടുക്കണം. അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ നിറച്ച് 2 കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് പച്ചരിക്ക് 2 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പാലപ്പത്തിനായാലും അപ്പത്തിനായാലും ഏലക്ക ചേർത്ത് കൊടുക്കും. അതിൻ്റെ മണവും ടേസ്റ്റും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് തേങ്ങാവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, അരിനകത്തൊക്കെ പാതി മാത്രമേ തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് 250 ml കപ്പിൽ എത്ര കപ്പ് തേങ്ങാവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറയാവേ. അപ്പോൾ ഞാനതിലേക്ക് 2 കപ്പ് തേങ്ങാവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു 3/4 കപ്പ് വെളുത്ത അവലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ലോണം കഴുകി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അവലില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നമ്മുടെ അര കപ്പ് ചോറ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അവൽ കഴുകി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അരി മുങ്ങുന്ന പാകത്തിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ഈ വെള്ളത്തിലാണ് അരി അരച്ചെടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ആദ്യമേ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു അര കപ്പ് തേങ്ങാവെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ 2.5 കപ്പ് തേങ്ങാവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാകത്തിൽ മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. അരി ഒന്ന് നികത്തക്ക പാകത്തിലുള്ള വെള്ളം മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. നിങ്ങളുടെ ഇപ്പം തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളം എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കറക്റ്റ് പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കണം. ഈസ്റ്റ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതൊന്ന് അരി ഒന്ന് കുതിർക്കാൻ മാറ്റി വെക്കാം. ഇടയ്ക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് കുതിർത്തെടുത്താൽ മതിയാകും. ഈ ഒരു വെള്ളത്തിൽ തന്നെ അരി കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് കുതിർക്കാൻ മാറ്റി വെക്കാം. ഒരു 4 മണിക്കൂർ നമുക്കോട്ട് മാറ്റി വെക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മുടെ അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അരിയൊക്കെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറേശ്ശെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അരിയുടെ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ അരി ഒന്ന് അരച്ചെടുക്കുന്നത്. ബാക്കി അരിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം അരച്ചെടുത്ത ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അരി അരയ്ക്കാൻ നേരത്ത് അരി കുതിർക്കാൻ നേരത്തുള്ള തേങ്ങ വെള്ളത്തിലാണ് ഇതൊന്ന് അരച്ചെടുത്തിട്ട് ലാസ്റ്റായിട്ട് 1/2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. രാത്രിയിലാണ് അരച്ച് വെച്ചത്, രാവിലെ നമുക്ക് തുറന്ന് നോക്കാം. അപ്പത്തിനൊക്കെ ഞാൻ മാവ് അരച്ച് വെക്കുമ്പോൾ രാത്രി ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കും. മാവ് പൊന്തി വരുന്നുണ്ട്. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാത്രി നോക്കിയപ്പോൾ നന്നായിട്ട് പൊന്തി മണ്ടയ്ക്ക് വരെ വന്നു. പക്ഷേ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മാവൊക്കെ തുളുമ്പി താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഒന്നും കൂടി ഇത് ഇളക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്ക് പാലപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് അപ്പം ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊളിച്ച് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോപ്പ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
നമുക്കിനി അടപ്പേ പാലപ്പച്ചട്ടി വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഒരേ തവി ബാറ്റർ ഒഴിച്ച് കൊടുത്തൊന്ന് ചുറ്റിച്ചെടുത്ത് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഒരു പാലപ്പത്തിന് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ബബിൾസ് വന്ന ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പാലപ്പൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മളിതുപോലെ ബബിൾസ് വന്ന ശേഷം മാത്രമേ നമ്മളിത് അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാവൂ. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് പാലപ്പം ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പാലപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല തൂവെള്ളം നിറത്തി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല സോഫ്റ്റ് പോലത്തെ പൂ പോലത്തെ ഒരു പാലപ്പമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. യൂണിക് കിച്ചൂസ് കറി വേൾഡ്. ബൈ.